നമ്മൾ ഏഷ്യാനെറ്റിന്റെ മുതലാളിയും ബി.ജെ.പിന്റെ മുതലാളിയുമായ ബി.ജെ.പിന്റെ മുതലാളിയല്ല, ബി.ജെ.പിന്റെ പുതിയ അധ്യക്ഷൻ, രണ്ടും കണക്കന്നെ ചന്ദ്രശേഖരൻ ജി ഉണ്ടല്ല, നമ്മളെ ടൊവിനോന്റെ ലൂസിഫറിലെ ഡയലോഗ് അടിക്കാൻ നോക്കി മൂഞ്ചി പണ്ടാരടങ്ങി. സമ്പത്തിന് കാരണം എന്ന് വെച്ചാല് നമ്മളെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിനി ഈ ചന്ദ്രശേഖരന് മലയാളവും അറിയില്ല, പറയുന്നൊട്ടും മനസ്സിലാവൂല്ല, എന്തെല്ലോ അത്തുമിത്തും പറയലാന്ന് പറഞ്ഞു. മൂപ്പർക്ക് അത് വല്ലാണ്ടം കൊണ്ട് അപ്പം വിടാൻ പാടില്ല. ഒന്നുമില്ല, എന്റെ സംഖ്യകളെ മുന്നിൽ മാസാകളം നിന്നിട്ട് ഒരു പരിപാടിന്റെ ഇടക്ക് ലൂസിഫറിലെ ഡയലോഗ് പറഞ്ഞ ഇവർക്ക് ടൊവിനോന് ഇഷ്ടമല്ല, മോഹൻലാലിന് ഇഷ്ടമല്ല, പൃഥ്വിരാജിന് ഇഷ്ടമല്ല, മുരളി ഗോപിന് ഇഷ്ടമല്ല. പക്ഷെ ഇവരെ ലൂസിഫർ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിലെ ഡയലോഗല്ലേ ഇടക്കിടക്ക് പറയും. ടൊവിനോ ആകാൻ നോക്കിയ ടൊവിനോ ചന്ദ്രശേഖരൻ മൂഞ്ചി ചന്ദ്രശേഖരനായ അവസ്ഥ. ഒരു ട്രോൾ വീഡിയോ നിങ്ങൾ കണ്ടുവെക്ക്. ഞാൻ ചിരിച്ചു പണ്ടരടക്കിനി. ഇനി കുറച്ച് സമയം നിങ്ങളും ചിരിച്ചോളി കുരിപ്പളെ കണ്ടുവെക്ക്. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. അപ്പൊ എനിക്ക് മുണ്ടെടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ടിൽ കുത്തി വെക്കാനും അറിയാം. മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയാം. മലയാളം സംസ്കരിക്കാൻ അറിയാതെ ഇയാള് മലയാളത്തിനെ പറഞ്ഞ് സംസ്കരിക്കും, മലയാളത്തിനെ കൊന്നിട്ട് സംസ്കരിക്കും, പിന്നെ തെറി വിളിക്കാൻ വേണ്ടിട്ട്. അത് എന്റെ ചന്ദ്രശേഖര, അത് നിങ്ങളെ പാർട്ടിക്കാരെ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ സംഖ്യകൾ നിങ്ങളെ വീഡിയോന്റെ അടിയിൽ തന്നെ നോക്കി അത് നിങ്ങളെ തന്നെ തെറി വിളിക്കുന്നത്. അത് കണ്ടുപിടിച്ച് നിങ്ങളെല്ലാണ്ട് മലയാളം പഠിക്കാൻ കുറച്ച് പണിയാണ്. പക്ഷെ നിങ്ങൾ തെറി പഠിക്കും. തെറി പിന്നെ സംഖ്യകൾ തറവാട് സ്വത്താ. ഇരുന്ന് പഠിച്ചോ, ഇരുന്ന് വിളിച്ചോ. പിന്നെ നിങ്ങൾ മുണ്ടും മടക്കി കുത്തല് പഠിച്ചോനാ. നിങ്ങളിപ്പോ അടിയിലിട്ടില്ല. നിങ്ങൾ മുണ്ടും മടക്കി കുത്തിയാല് മൊത്തം നിങ്ങളെ ശുഷ്കാന്തി ബി.ജെ.പിക്കാർ കാണും. ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉള്ളത്. മാസാകാൻ നോക്കിയിട്ട് ജെട്ടിയിടാണ്ട് മുണ്ട് മടക്കി കുത്തിയ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി അവിടെ അപ്പാണിക്ക് നിൽക്കണ്ട. പിന്നെ ഇത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും അറിയാം? നമ്മളെ ഉള്ളിസുരക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഉള്ളിസുര മാത്രം പൊട്ടം നട്ടാ. പക്ഷെ ഈ ഉള്ളിസുരന്റെ ഒന്നും കുഴപ്പമില്ല. ഈ ബി.ജെ.പി അധ്യക്ഷനാകുന്നില്ല. അധ്യക്ഷന്മാരെല്ലാം പൊട്ടന്മാരായിരിക്കും. ഈ പൊട്ടന്മാരെ മാത്രമേ ഇവർ അധ്യക്ഷനാക്കൂ. അതാ ഇതിന്റെ മാനദണ്ഡം. പുള്ളിസുര പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയല്ലോ കുഴപ്പമാണോ പൈസ തട്ടിപ്പല്ലാക്കിയിട്ട് ഇങ്ങനെയോ ജീവിച്ചു പോന്നെന്ന്. എന്നിട്ട് നീ നമ്മളെ കേന്ദ്രത്തിൽ പോയിട്ട് എന്നെ പുറത്താക്കിയില്ലെന്നാക്കി ഇജ്ജ് അനുഭവിക്ക്. ഇടക്കിടന്ന് നാറ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ഏഷ്യാനെറ്റിന്റെ തന്നെ നമ്മളെ ഗമ്മിലെ നിശാന്ത് പറഞ്ഞിട്ടുണ്ടാവും, മൊയിലാലി എനിക്ക് വേറെ കണ്ടന്റ് ഒന്നും തപ്പേണ്ട ആവശ്യമില്ല, മൊയിലാളി ഇങ്ങനെ ഡെയിലി പുതിയ കണ്ടന്റ് എനിക്ക് ആക്കി തരുന്നുണ്ടല്ലോ എന്ന്. ഇതാണ് അവസ്ഥ. ഏഷ്യാനെറ്റ് ഗമ്മിന് ഭയങ്കര ചാകര തന്നെ. സംഖ്യക്ക് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാം. സുരേന്ദ്രൻ ജിക്ക് ഒരുപാട് സന്തോഷം. ഇനി ഇമാര് കുറെ പൊട്ടത്തരായിട്ട് വരണം കേട്ടാ എന്റെ ചന്ദ്രശേഖരൻ ജി. മാസാകാൻ നോക്കി മൂഞ്ചിയ ജി, ടൊവിനോ ചന്ദ്രശേഖരൻ ജി. എന്നാ പിന്നെ ശരി കേട്ടാ. ഓക്കെ.